അപ്പോൾ ഗൈസ് എൻ്റെ പെർസെൻറ്റേജ് കൂട്ടി. അപ്പോൾ കൂട്ടിയിട്ട് എൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെൻറ്റേജ് വന്നിട്ട്. പഠിക്കണ ഒച്ചായിരുന്നല്ലേ അത്? അതുപോലെ പഠിക്കുമായിരുന്നു. നമ്മളൊക്കെ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പിന്നെ കഞ്ഞും കറിയും വെച്ച് കളിച്ച് കിടക്കണ പ്രായത്തിൽ ഒളിച്ചോടിയെങ്കിലും മിടുക്കിയായിരുന്നു പഠിക്കാൻ. അമ്മയും അച്ഛനും ഒക്കെ ഡോക്ടറും നഴ്സും ഒക്കെ ആക്കായിരുന്നതാണ്. മെഴുകുതിരി വെട്ടാണ് ഇരുന്ന് പഠിക്കണത്. ചോട്ട കൊണ്ടുപോയി ഇപ്പം നട്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് കുട്ടി മാർക്ക് പറയണത്. ഇത്രയും മിടുക്കിയായിരുന്നെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പഠിക്കണ കുട്ടികളെയൊക്കെ കടത്തി വെട്ടി 90% നിസ്സാര കാര്യമല്ല. മുന്നോട്ട് കയറി. പ്രതീക്ഷിച്ചില്ല ഈ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ. റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. ഇപ്പോൾ ഞാൻ ജയിച്ചു, എലിജിബിൾ ആണ് അടുത്ത്. അപ്പൊ ഫുൾ എ പ്ലസ് കിട്ടി. ഊണും ഉറക്കവും ഇല്ലാതിരുന്ന് പഠിച്ചതാണ്. എന്റെ ഡോക്ടർ എന്നാണ് പറഞ്ഞത്. അത് എനിക്കറിയാം. മുമ്പ് ഡോക്ടറിനെ പഠിക്കണം. എന്തായാലും കുട്ടി സയൻസ് തന്നെ എടുത്ത് പഠിച്ചിരിക്കണത്. അതിന് ഫുൾ എ പ്ലസ് പാസ്സായല്ലോ. പാസ്സായി നല്ല മാർക്കും കിട്ടി. ഇത്രയും പെർസെന്റേജ്, അത് 90%. മിടുക്കി കുട്ടി. ഞാൻ +2 മാത്രം അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് 70% ഉണ്ട്. അയ്യോ, ഇപ്പൊ എന്തിനാണ് സംഭവം? എന്തിനാണ് 70% ഇപ്പൊ വന്ന് പറയാണ്? അപ്പൊ ശരിയല്ലേ? നമുക്ക് അവിടെ മാർക്ക് എത്ര? ഇംഗ്ലീഷ് B, മലയാളം A, ഫിസിക്സ് C+, കെമിസ്ട്രി C+, ബയോളജി B. ഞാൻ വിശ്വസിക്കൂല. മാത്തമാറ്റിക്സ് C+. ഇല്ല, ഞാൻ വിശ്വസിക്കൂല. പൂജാമണി പറഞ്ഞ അങ്ങനല്ല. 90% മാർക്കുണ്ട്. 771 മാർക്ക്. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കിട്ടിയ മാർക്ക് 771 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക്. എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറീസ് 1200 മാർക്കാണ്. ഇൻറ്റു 100 ചെയ്യുമ്പം നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. 271 ഡിവൈഡഡ് ബൈ 1200 ഇൻറ്റു 100 64.25%. നേരത്തെ പറഞ്ഞത് എത്ര? 90.69. എടീ, നീ സയൻസ് അല്ലായിരുന്നാ? മാത്സില് ഡെസിമലിന് ശേഷം ആ പോയിന്റിന് ശേഷം പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇതൊന്നും ടീച്ചർ പറഞ്ഞു തന്നില്ലേ? എനിക്കും കൂടെ പറഞ്ഞു. പോയിന്റിന് ശേഷം നമ്മൾ ഡിജിറ്റ് വേസ് ആണ് വായിക്കാനുള്ളത്. 64.25 അല്ല, 64.25 ഇങ്ങനെ വായിക്കണം. ചോട്ടുവിന് ഇതൊന്നും അറിഞ്ഞൂടായിരുന്ന? ചോട്ടത്തിയും കൂടെ അവിടെ കഞ്ഞിക്കറിയും വെച്ച് കളിച്ച് അവർ രണ്ടും കൂടെ ഒളിച്ചോടിയതാണ്. ഇനിയിപ്പം വരും. നിങ്ങൾക്ക് എന്ത്? അവര് ജീവിച്ചോട്ടെ. ആരെ വീഡിയോ നമുക്കെന്ത്? അവര് ജീവിക്കണ്ട നമ്മൾ പറഞ്ഞ. അവരൊരു മിസ്റ്റേക്ക് എടുത്തിടുമ്പോ പിന്നെ നമ്മള് വെറുതെ കണ്ടോണ്ടിരിക്കണം. ആരെ വീഡിയോയുടെ അടിയിൽ ചെന്നിന്നോണ്ട് പറയും നിങ്ങൾക്കെന്ത്? അവര് ജീവിക്കട്ട്, അവരടിപൊളിയായിട്ട് ജീവിക്കണ്, ആ കുട്ടിയെ പഠിക്കാൻ വിടണ്, അത് നല്ലോണം പഠിക്കും എന്നും പറഞ്ഞു. ആരും ഒന്നും പറയണില്ല. മണ്ടത്തരങ്ങൾ വിളിച്ച് പറയണോണ്ട് പറഞ്ഞേ. നമ്മളും മണ്ടത്തരം എന്തെങ്കിലും വിളിച്ചു പറയണ നിങ്ങൾ റിയാക്ട് ചെയ്തോ? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ഇത് പൂജാമണിയുടെ തന്നെയല്ല. പൂജ ബി. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ട്. 2007. 19 വയസ്സ്. അപ്പം അത് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. കേരളത്തിലുള്ള ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ അറിയാൻ വേണ്ടി. നമുക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ അറിയത്തില്ലായിരുന്നു. കൂട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയി. അതാണ് 90 എന്ന് പറഞ്ഞത്. ചെറുതായിട്ടല്ല, വലിയൊരു മണി വാളക്കോണ് പാളിയത്. ചെറിയ വാള. എന്നിട്ട് പറയണത് +1ന്റെയും +2ന്റെയും കൂടെ മാർക്ക് കൂട്ടി ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ പെർസെൻറ്റേജ്. ആ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ മാർക്കാണ് 771 മാർക്ക്. എത്രയെങ്കിലും ഒപ്പിച്ചില്ലേ? ഊണും ഉറക്കവും ഇല്ലാതിരുന്ന് പാച്ചതാണ്. പഠിച്ച് കുട്ടി അങ്ങ് ഒരു പടുതയായി. ഞാൻ +2 മാത്രം അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് 70% ഉണ്ട്. അരേ ബുദ്ധു, എന്റെ പൊന്നു കൊച്ചേ, 70% ഒന്നും ഇല്ല. നിനക്ക് ആരാണ് ഈ പെർസെന്റേജ് കണക്കൂട്ടി തന്നത്? ചോട്ടു ചേട്ടനാണാ? 64 അല്ലേ? 64 അത്രേ ഉള്ളൂ. നീ പിന്നും ഇങ്ങനെ ട്രോള് മേടിക്കാതെ. പിന്നെ എന്തിനാണ് കുട്ടി അരിപ്പവും തിരിപ്പവും കളിക്കണ കുട്ടികളെ കൂടെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക. അവരൊക്കെ പഠിക്കട്ട്. നിങ്ങളവിടെ ചേർന്ന് അവരൊക്കെ പാഴിപ്പോവേ ഉള്ളു കുട്ടികളെ. പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത് പിള്ളേരെ തെറ്റിക്കും ഇങ്ങനെയാണെങ്കിൽ. ആരാന്തോ വീണ്ടും കൂട്ടി കൊടുത്തു. വീണ്ടും തെറ്റാണ് പറഞ്ഞ 70%. വീണ്ടും പറയുന്നു.
അവർ വിചാരിച്ചെന്താണ്, ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ജനങ്ങളെ പറ്റിക്കുക. മാത്സിൽ C+ കിട്ടിയത് നിന്റെ ഭാഗ്യം. മലയാളത്തിന് എന്തോ ജസ്റ്റ് മിസ്സായിരുന്നു. മലയാളത്തിന് A ഉണ്ട്. അത് മലയാളി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ മാർക്ക് ലിസ്റ്റിന് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ +2ലെയും +1ലെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് പറഞ്ഞത്. അതെനിക്ക് എങ്ങനെയാണെന്ന് എൻ്റെ കാൽക്കുലേഷൻ +1ന്റെയും +2ന്റെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് 90 ആക്കിയത്. ഇത് ആ സ്കൂളിലോട്ട് ചെല്ലണ മാത്സ് പഠിപ്പിച്ചത് ആരാണെന്ന് ആ ടീച്ചർ ഒന്ന് കമന്റ് ചെയ്യുക. പൂജാമണി 1 എത്ര പൂജാമണി, 2 എത്ര പൂജാമണി, ചോട്ടു പറ. അവള് പറഞ്ഞ് അവള് പറഞ്ഞു അവൾക്ക് അറിയത്തില്ല എന്ന് അവള് പറഞ്ഞ് അങ്ങനെ പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. എന്നിട്ടാണ് പിന്നെ രണ്ടാമത് വന്നിരുന്നോണ്ട് വീണ്ടും 70% ഉണ്ടെന്ന്. അതെനിക്ക് ആദ്യത്തത് ഞാൻ അങ്ങനെ അങ്ങ് ആയിപ്പോയി, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കൂട്ടായി. എന്നിട്ട് ഇന്ന് വീണ്ടും പറ്റിക്കാണ് 70%. അത് പോട്ട്, പൂജാമണി പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് വെച്ചിരുന്നാലും പറയും അതെന്തേര് പറ്റിച്ചത്, അല്ലെങ്കിൽ പൂജ തോറ്റു. തമ്നയിൽ വെക്കുന്നതാണ് പൂജ തോറ്റു. അതെന്തോ അങ്ങനെ പറയണത്, പൂജ തോറ്റു എന്ന് പറയണ പൂജ ജയിച്ചല്ലോ. പൂജയ്ക്ക് മാത്രമേ കള്ളം പറയാവൂ, ബാക്കിയുള്ളവർക്ക് കള്ളം പറഞ്ഞൂടെ? പൂജാമണിക്ക് മാത്രമേ കള്ളം പറയാവൂ. പൂജ വിചാരിച്ച് നമുക്ക് ആർക്കും അറിഞ്ഞൂടാന്ന്. ആ മാർക്കൊക്കെ ഇതിൽ വെക്കുന്നുണ്ട്. സന്തോഷത്തിൽ നമ്മള് രണ്ടും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഞങ്ങളുടെ. അറിഞ്ഞില്ല നമ്മൾ അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം ശരിക്കുള്ള അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് അന്നേരത്തുള്ള ആ ഒരു സന്തോഷത്തിൽ, നമ്മൾ അമിതമായ സന്തോഷത്തിൽ ഒരു തവണ കൂട്ടിയ മാർക്ക് ഒന്നും കൂടെ കൂട്ടി, അങ്ങനെ 2-3 തവണ കൂട്ടി 90 ആക്കിയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഷോട്ട് മാത്രമേ ഉള്ളായിരുന്നു അപ്പോഴും മനസ്സിൽ. അതുകൊണ്ടാണ് എല്ലാം തെറ്റിപ്പോയത്. ഇത് ഒരുപാട് ട്രോൾ ഇറങ്ങി കുട്ടിക്ക്. ട്രോളെന്ന് പറഞ്ഞാൽ ഫുള്ള് ട്രോളായിരുന്നു കിട്ടി. അതുകൊണ്ട് ആ ട്രോള് ഏറ്റു വാങ്ങിയ അതിനുശേഷമാണ് വന്നിരുന്ന് പറയണ, അയ്യോ എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, എങ്കിലും നിനക്ക് മര്യാദയ്ക്കൊന്ന് ശരിയായിട്ട് കൂട്ടിക്കൂടായിരുന്നു. എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങളൊക്കെ എന്തിനാണ് ഈ പെങ്കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് വരണത്? അവരിത്തിരി വൈറലായെന്നും പറഞ്ഞുകൊണ്ടാ, അവർ ഇൻ്റർവ്യൂ കൊടുത്ത് ഒളിച്ചോടി കല്യാണം കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നിരുന്നും കൊണ്ട് ഇതേ കണക്ക് മെഴുകണത് ഓരോരുത്തരെ വീഡിയോരടിയിലും. ഇവർ കാണിക്കുന്ന എന്ത് മണ്ടത്തരമാണ് വിളിച്ച് പറയുന്നത്, ആ മണ്ടത്തരം എടുത്തു വെച്ച് ഓരോരുത്തർ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്കെന്ത്, അവർ ജീവിച്ചോട്ടെ. ഇത് എവിടത്തെ ഉണ്ടായിരുന്നു കോത്താണത്തിൽ. അല്ല, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ഈ പിള്ളേരൊക്കെ വന്ന് നമ്മളെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഒളിച്ചോടിയ വൈറൽ കപ്പിൾസ്, നിങ്ങളും ഒളിച്ചോടൂ സന്തോഷമായിട്ട്, അച്ഛനും അമ്മേനെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 15 വയസ്സാകുമ്പോൾ നിങ്ങൾ പൊക്കോ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ പറ്റിക്കണം. നിങ്ങൾ ഇന്ന് മൊബൈലിൽ തോണ്ടി ഇരുന്നിട്ട് നിങ്ങളും ഒളിച്ചോടിയിട്ട് പോയി ഇൻ്റർവ്യൂ കൊടുക്കണം. ചാനൽ മൊത്തം നിരങ്ങി ഇൻ്റർവ്യൂ കൊടുക്കണം. ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് നിങ്ങളെന്തോന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം. എന്നിട്ട് നിങ്ങളെ ചോട്ടന്മാരുമായിട്ടിരുന്ന് വീഡിയോ ചെയ്യണം. എങ്ങനെ ഉണ്ട്? നിങ്ങൾക്കും സക്സസ് ആവും. പിന്നെ ഈ ചോട്ടന് പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല, ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. എന്ത് പറഞ്ഞാലും, എന്ത് ചക്കയും മാങ്ങയൊക്കെ എടുത്തിട്ടാലും കുറേ കുഞ്ഞു കുട്ടികൾ കാണുന്നുണ്ട്. അവർ വന്നിരുന്നു കൊണ്ട് ചേച്ചി നാളെ വരണേ ചേച്ചി, നാളെ വീഡിയോ ഇടണേ ചേച്ചി എനിക്ക് കാണാതിരിക്കാൻ പറ്റണം ചേച്ചിയും ചോട്ടനും ചോട്ടൻ്റെ മുടി ഇങ്ങനെ വെയ് ചോട്ടാ ഇവിടത്തെ മുടി ശരിയായില്ലേ ചോട്ടാ, ഇങ്ങനെ വെയ് ചോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വരും. ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ മയങ്ങി വീണത് മുടി ഇങ്ങനെ ഇരിക്കണത് കൊണ്ടാണെന്ന്. ആ മുടി ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ മയങ്ങി വീണത്. അപ്പോഴും പിന്നെ ഞാനൊന്നും ഓർമ്മിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരത്തിന് എൻ്റെ അമ്മുമ്മ അടുക്കളയിൽ അവിടെ പാവം അവിടെ ഞങ്ങളുടെ പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഒരറ്റത്തൂടെ പാതിരാത്രി ഇറങ്ങി ഓടിയെന്ന് മിടുക്കി. എൻ്റെ സപ്പോർട്ട് ചെയ്യണം നമ്മള്, അപ്പൊ നമുക്ക് സപ്പോർട്ട് കിട്ടും. എൻ്റെ അമ്മുമ്മ വെളിയിൽ കലവും ചട്ടിയും തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാതിരാത്രി ആഹാരം കഴിച്ച പാത്രം പാതിരാത്രി. എന്നാലും കുട്ടി നിനക്ക് ഇറങ്ങി ഓടാൻ തോന്നിയല്ലോ. സംസാരിക്കും. പൂജ നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം. പൂജ നല്ല കുട്ടിയാണ് കേട്ടോ. നിങ്ങളെല്ലാരും പൂജ സപ്പോർട്ട് ചെയ്യണം. ചോട്ടനും കൊള്ളാം. ചോട്ടനും ചോട്ടത്തി എല്ലാരും നല്ലതാണ് കേട്ടോ. 25-19 15 വയസ്സ്. ഈ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോണത്.
10ൽ പരീക്ഷ എഴുതിയെന്ന് തോന്നണം, +1 അപ്പോഴാണ് ഒളിച്ചോടണം. 15 വയസ്സന്ന്. അന്ന് ചോട്ടന് 21 വയസ്സ്. ഉപ്പും മുളകും ഒക്കെ പറിച്ചു വെച്ച് നമ്മൾ പണ്ട് കുഞ്ഞുനാളിലെ കളിക്കുമല്ലോ, ചിരട്ടയിലെടുത്ത് വെച്ച് കളിക്കണ, മണ്ണൊക്കെ നിറച്ച് കളിക്കണ പ്രായത്തിലാണ് ഇവർ പ്രണയിച്ചാണ് ഇവർ ഒളിച്ചോടിയത്. ആ അച്ഛനും അമ്മയ്ക്കും എന്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവൻ ചെന്ന് കിടന്ന് കല്ലറി തന്നെ. അച്ഛനും അമ്മയും വിചാരിച്ച് എനിക്ക് ഒറ്റ മോളല്ലേ, ഒരു സഹോദരനും കൂടെ ഉണ്ട്, എന്നാലേ മോളായിട്ട് ഒന്നേ ഉള്ളൂ, ആ മോളെ നല്ല നിലയിൽ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചും കൊണ്ട് യവനിൽ നിന്നും മാറ്റി എവിടെയൊക്കെയോ കൊണ്ടുപോയി നിർത്തി. അവിടെ നിന്നും ചാട്ടുമായിരുന്നു. നല്ലതായിട്ട് പറ, എന്തിനവരിങ്ങനെ മോശം പറയട്ടാ നല്ലതുപോലെ. അവര് ഹൈക്കിങ്ങിന് പോയതാണ്. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ ഈ അഡ്വഞ്ചറിനൊക്കെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പാർട്ട്ണർ വേറെ ആരുണ്ട്? അവര് കുന്നും മലയും താണ്ടി മറ്റേ 18 പടി എന്തോന്ന് പറയുമല്ലോ, അതുപോലെ അത്രയും കഷ്ടപ്പെട്ട് അഡ്വഞ്ചറസ് ആയിട്ട് അവർ ആ മലയ്ക്ക് മണ്ടേ കയറി ചോറും കറിയൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്, ചെലവ് ചുരുക്കാൻ വേണ്ടി. വീട്ടീന്ന് അമ്മ സ്കൂളിൽ കൊടുത്തു വിട്ട അത്രയ്ക്ക് സ്നേഹമാണ് പൂജയ്ക്ക് ചോട്ടുവിൻ്റെ അടുത്ത്. ആ ചോറും പൊതിഞ്ഞ് അവള് ആ മലയുടെ മണ്ടേ കയറി അവർ ആ സൈറ്റിൽ അവിടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിരുന്ന് ഒരുമിച്ചിരുന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വരണത്. അവർ ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കാത്ത പോലീസന്മാര്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം ജനങ്ങളെ നിങ്ങൾ വല്ലാത്ത ഇത് തന്നെ നിങ്ങൾ കാണിക്കണം. ആദ്യം ജനങ്ങൾ ഓട്ടിച്ചിട്ട് പിടിക്കണ്. എന്നിട്ട് നാട്ടുകാർ വളഞ്ഞിട്ട് അവർ വെറുതെ വിട്ടില്ല. കല്യാണം കഴിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച് അവരാ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ മലയിൽ വീണ്ടും പോയി. എൻ്റെ കുട്ടികൾ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് പോലും അവര് വിട്ടില്ല. അച്ഛനും അമ്മയൊക്കെ കണ്ണ് വെട്ടിച്ചവർ വന്നെങ്കിൽ എന്ത്, അവര് കല്യാണം കഴിച്ചു. അവർ ഒളിച്ചോടിയെങ്കിലും കല്യാണം കഴിച്ചു. മിടുക്കികള്. എന്നിട്ട് അതിന് ശേഷവും പോയി രണ്ടുപേരും കൂടെ. പ്രതികാരം ചെയ്തതാണത്. അന്ന് പിടിച്ച പോലീസുകാരും അത് കാണണം, നാട്ടുകാരും കാണണം, നാട്ടുകാർ തെണ്ടികളും കാണണം. അതിനു വേണ്ടിയാണ് അവരൊന്നും കൂടെ മല കയറി. പിന്നെ പൂജാരി അച്ഛനും അമ്മയും സഹോദരനെ എല്ലാരും കാണണം. അതിന് വേണ്ടി അവര് മല കയറി കാണിച്ച ആ മല തന്നെ കയറി. എന്നിട്ട് എൻ്റെ കുട്ടികൾ പറഞ്ഞു, നമ്മൾ വാശിയോടുകൂടി നമ്മൾ കാണിക്കണതാണെന്നത് മല കയറി. രണ്ട് കമ്പ് കുത്തി കയറിയൊക്കെ കാണിച്ച എൻ്റെ കുട്ടികൾ. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കൊച്ചു മല കയറിയാണ്. കൊച്ചൊരു പടുതിയായി. ഇപ്പൊ കഷ്ടപ്പാട്. എന്തിനാണ് റിസ്ക് എടുക്കണത്? നാട്ടുകാര് തെണ്ടികളോടുള്ള പ്രതികാരമാണ് തീർക്കണതാണ്. ഇതിനു മുമ്പ് നമ്മള് വ്ലോഗിൽ ഇട്ടിട്ടുള്ളൊരു സ്പോട്ടാണ് ഗൈസ് ഇത്. റീലെടുക്കാൻ വേണ്ടി വരുവാണ്. കഷ്ടപ്പാട് കണ്ട എന്തോരു കഷ്ടപ്പാടെന്നറിയാം ചോട്ടൂരിലൂടെ ജീവിക്കാൻ. കോമളമേനി കണ്ടാ കേറി പോണ കണ്ടാ, പോലീസന്മാരൊക്കെ കണ്ടോളണം. എന്റെ കുട്ടികൾ പാറിപ്പറന്ന് നടക്കണ കണ്ടാ, പാറമടയരടല് കണ്ടാ. അന്തസ്സായിട്ട് കല്യാണം കഴിച്ചാണടാ പാറമടയിൽ കയറി നിരങ്ങണം. നീയൊക്കെ വളഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങിയില്ലേ എന്റെ കുട്ടികളെ? ഇതുവെല്ലാം അറിയാം. ചോട്ടുവിന്റെ മുടി കണ്ടാണ് മയങ്ങി വീണത്. ഇങ്ങനെ ഇരിക്കണം കണ്ടാ. എന്റെ കുട്ടികളെ കണ്ണു വിടരുതാരും. എന്തൊരു സാധനം അത്. യു ചോട്ടു പൊന്നുപോലെ. ഇത് കണ്ട് ഇവർക്ക് ചിരി വരൂലേ? അല്ലേ, അവർക്ക് ചിരി വരൂല. ചോട്ടത്തി പിന്നെന്താണ് പറയാനുള്ളത്? ഇത് പൊക്കി പറയണോ ഉള്ളത് പറയണോ? ഇല്ല, നമുക്ക് കുറച്ചുകൂടെ പൊക്കാം. കൊള്ളാം, സൂപ്പർ, അടിപൊളി. എന്റെ കുട്ടി 90% മാർക്കും വാങ്ങിച്ചിട്ടും ഫുൾ A+ വാങ്ങിച്ച്. എൻ്റെ കുട്ടി 90% മാർക്കും വാങ്ങിച്ച് ഫുൾ A+ വാങ്ങിച്ച് മിടുക്കി. 1200 മാർക്കും വാങ്ങിച്ച് വിജയിച്ചിരിക്കുന്നു. അത് 100% അല്ലേ? 90 അല്ലല്ലോ. 90. നമുക്ക് അത്രയും പൊക്കണ്ട, കുറച്ചൊരു മയത്തിന് പൊക്കാം. ഒരു 1100 പിടിച്ചു. 100 മാർക്ക് കുറച്ചാൽ 1100 മാർക്കും വാങ്ങിച്ച് എൻ്റെ കുട്ടി 90% മിടുക്കി. മിടുക്കൻ. ചുണ്ടരി മാവ മോള് മുറ്റുമണി ചുണ്ടുമണി ചുണ്ടാരി മോള് പിന്നാരി മോള് ചോട്ടു മോന് ചുണ്ടാര മോന്.